ഹായ് നമസ്കാരം, ഞാൻ നൗഷാദ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് വിളവെടുപ്പാണ്. ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ് ഈ വർഷത്തെ. ഞാൻ ഇതിനു മുമ്പിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വളപ്രയോഗവും പരിചരണവും അങ്ങനെയായിട്ടുള്ള വീഡിയോ. നമുക്കൊരു ഡ്രമ്മിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പിൽ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പം ഇന്ന് ഞാൻ ഇതിൻ്റെ വിളവെടുപ്പാണ്. അതുപോലെ തന്നെ പല ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് തൈകൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വേര് പിടിച്ചതും അതുപോലെ കട്ടിങ്സ് ഒക്കെ. അതെങ്ങനെയാണ് നടല്, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചില ആൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഫുള്ളായിട്ട് അതിന് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു വിളവെടുപ്പും കൂടെ നമുക്ക് നോക്കാം. അതിനുശേഷം അതിൻ്റെ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടതും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മൾ ഇത് മലേഷ്യൻ റെഡാണ്, ഇത് വിളവെടുപ്പാണ്. ഇതാ പഴത്തിൻ്റെ വലിപ്പം കണ്ടില്ലേ, കണ്ടാ. ഇതിപ്പോൾ ഒരു 500 ഗ്രാമിൽ കൂടുതൽ പഴത്തിന് വലിപ്പമുണ്ട്. നമ്മളിനിയിപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിതിപ്പോൾ കടകളിലൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ പഴമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചോട്ടിൽ നിന്ന് കട്ട് ചെയ്യാൻ നിൽക്കരുത്. അത് നമുക്ക് കൂടുതൽ നിൽക്കില്ല, അന്ന് തന്നെ നമ്മളിത് കഴിച്ച് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് 2-3 ദിവസം നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ എന്ത് വേണം, ഈ തണ്ടോട് ചേർന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്കൊരു 2-3 ദിവസം വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ പഴം നമുക്കൊന്നും ആവില്ല, ഇതുപോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. അത് അങ്ങനെയാണ് നമുക്ക് കടകളിൽ ഇത് കിട്ടുക. ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ചിലവരൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് തിരിച്ചിട്ടെടുക്കുന്നത്, അത് നമ്മൾ വീട്ടാവശ്യത്തിനുള്ള 1-2 പഴങ്ങൾ ഉണ്ടെങ്കിൽ അതെടുക്കുക. കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് പൊട്ടിക്കാതിരിക്കുക, അതിൽ ഉറുമ്പ് കയറും. അതുപോലെ തന്നെ ആ പഴങ്ങൾ കെട്ടുപോകുന്നതാണ്. നമ്മളിങ്ങനെ കുറച്ച് തണ്ടോട് കൂടിയിട്ട് കയറ്റി കട്ട് ചെയ്യുക. ഒരു ചോപ്പാകുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇന്ന് മുതലാണ് ഇത് നിറം മാറാൻ തുടങ്ങിയത്. ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മധുരം ഉണ്ടാവില്ല. ഈ ഒരു കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡ്രാഗൺ പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊന്നും ആയിട്ടില്ല. ഇതൊക്കെ നമുക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ കട്ട് ചെയ്യാനാവുന്നതേ ഉള്ളൂ. പഴങ്ങൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് മുറിച്ച് നോക്കട്ടെ. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒരുപാട് പറഞ്ഞതാണ്, എന്നാലും നമുക്കൊന്ന് നോക്കാം. കൈ മുറിയണ്ട, നമ്മളങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ അകവശം കണ്ടോ നിങ്ങൾ, എന്തൊരു ഭംഗിയാ നോക്കിക്കേ. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ മധുരവും, കാണുന്ന ഇതുപോലെ തന്നെയാണ് നമുക്കിതിൻ്റെ മധുരം അനുഭവപ്പെടുന്നത്. നമ്മളിത് ജൈവ വളത്തിൽ ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് വളം എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഏതായാലും ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. മധുരം ഒരു രക്ഷയില്ല, നല്ല മധുരം തന്നെയാണ്. നമുക്ക് റെഡിൽ നല്ല മധുരത്തോടു കൂടി തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് വിളവെടുത്ത്. ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു ടൈമാണ് വിളവെടുക്കുന്നത്. നമുക്ക് ഇതേപോലെ ഇടക്കിടയ്ക്ക് നമുക്കിത് വിളവെടുക്കാനുണ്ടാവും. അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ യൂട്യൂബ് എന്നാ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓളുന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പുതിയ തൈകൾ നടുന്നൊരു രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് തൈകൾ കൊറിയറായിട്ട് കൊടുത്തയച്ചതാണ്. അപ്പോൾ ഓരോരോ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെയുള്ള മൊത്തത്തിൽ എല്ലാവരോടും കൂടിയിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം നിങ്ങളതൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പം വേര് പിടിപ്പിച്ച തൈകൾ ഇതാ ഇങ്ങനെ ഉണ്ടാക്കുക. ഇത് കണ്ടില്ലേ. ഇനി വേര് പിടിക്കാതെ ചിലവർ കട്ടിങ്സ് മേടിച്ചിട്ടുണ്ട്, അത് ഇങ്ങനെ ഉണ്ടാക്കുക. ചെത്തിയിട്ടായിരിക്കും ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വേര് പിടിപ്പിച്ച തൈകൾ നടുന്ന രീതി പറഞ്ഞു തരാം. നമ്മൾ നിലത്താണ് ഈ വേര് പിടിപ്പിച്ച തൈ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മണ്ണ് ആ പോസ്റ്റിനോട്, കോൺക്രീറ്റ് പോസ്റ്റ് ആയാലും PVC പൈപ്പ് ആയാലും ആ മണ്ണിനെ നമ്മൾ മാടിക്കയറ്റണം മുകളിലേക്ക്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് കുരുമുളകൊക്കെ കൃഷി ചെയ്യുന്നതും വാഴക്ക് തടയെടുക്കുന്ന രീതിയിലാണ് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, കുഴിയെടുത്തിട്ട് നടാൻ പാടില്ല. ഒരു കാരണവശാലും മണ്ണ് കയറ്റി തന്നെ കൊടുക്കണം. കയറ്റി കൊടുത്ത് നമ്മൾ വളം എല്ലാം മിക്സാക്കിയതിന് ശേഷം പിള്ളക്കുഴി എടുക്കുക. അതായത് ഈ വേര് കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് ഇങ്ങനെയാണ് വേരുണ്ടാക്കുക. ഈ വേരിൻ്റെ ഇവിടം വരെ മാത്രമേ മണ്ണ് മൂടാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ഇത് താഴ്ത്തി വെച്ചിട്ട് പെട്ടെന്ന് വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടം വരെ നമ്മൾ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് കാറ്റസ് ഇനത്തിൽപ്പെട്ടതാണ്. അവിടെ വെള്ളം കെട്ടി നിന്ന് ഈർപ്പം നിന്ന് ഇത് ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ചീഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് അഴുകിപ്പോവും. അഴുകി ഈ തൈകൾ മൊത്തത്തിൽ ഉണങ്ങിപ്പോകും. അപ്പോൾ എന്ത് വേണം, ഈ വേര് മാത്രം മണ്ണിലേക്ക് മൂടി വെക്കുക. ഇവിടം വരെ മാത്രം
മണ്ണിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ആ പോസ്റ്റിനോട് ചേർത്ത് വെച്ചതിന് ശേഷം വള്ളിയിട്ട് കെട്ടിക്കൊടുക്കുക. നമ്മൾ നിലത്ത് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. ഇനി ഡ്രമ്മിലാ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ അടിഭാഗത്ത് ഹോൾസ് ഇട്ട് കൊടുക്കണം. സൈഡിലല്ല, അടിഭാഗത്ത് തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഓടിൻ്റെ കഷ്ണങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് വെള്ളം വാർന്നു പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം. അതിനുശേഷം കാൽ ഭാഗം മാത്രം മണ്ണ് നിറക്കുക. ഡ്രമ്മിൽ കാൽ ഭാഗം മാത്രമേ മണ്ണ് നിറക്കാൻ പാടുള്ളൂ. അതിനുശേഷവും ഇതുപോലെ ആ മണ്ണിലേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ, ഇതുപോലെ വേര് മാത്രം അതിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ മുക്കാൽ ഭാഗവും 75% ഇവിടെ ഉണ്ടാവും. പിന്നെ മണ്ണിടുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വരില്ലേ എന്ന് പലവരും ചോദിക്കുന്നുണ്ട്. അപ്പം മുകളങ്ങൾ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വേര്, ഇപ്പം മുകളിൽ നിന്ന് കൂമ്പുകൾ പുതിയത് എടുക്കുമ്പോഴെന്താവും, ഇങ്ങനെ വേരുകൾ താഴേക്ക് ഇറങ്ങി വരും. അതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങ് വാ, ഇവിടെ കാണിക്കും. ഇതാണ് ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ് നിങ്ങൾ കാണുന്നത്. ഇതാ ഇവിടെ കണ്ട നിങ്ങൾ വേര് കണ്ട, ഇത് മുകളിൽ നിന്ന് വേരുകൾ വരുന്ന കണ്ട, ഇതൊക്കെ വേരുകളാണ്. ഇതൊക്കെ വേരുകളാണ്, കണ്ടില്ലേ? ഇവിടെ നിന്നൊക്കെ വേരുകൾ പൊട്ടി മണ്ണിലേക്ക് ഇറക്കും. അപ്പം നമ്മൾ മണ്ണ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് ഭക്ഷണം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ 4 വേരുകൾ പുറപ്പെടാൻ തുടങ്ങും. അപ്പം ഇതിങ്ങനെ ഇപ്പം ഇവിടെ കുഴിച്ചിട്ടു, ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടതിന് ശേഷം ഇനിയിപ്പോൾ നമ്മളൊരു 5-6 മാസം കഴിയുമ്പോൾ ഈ അട്ടക്കാലം ഇതിന് പറ്റിപ്പിടിച്ച് പുതിയ മുകുളങ്ങൾ വന്ന് മുകളിലേക്ക് കയറും. ആ കയറുന്ന അനുസരിച്ചിട്ട് ഇവിടെ നിന്നൊക്കെ വേരുകൾ പൊട്ടാൻ തുടങ്ങും. ഈ മണ്ണിനോട് ചേർന്ന് തന്നെ വേരുകൾ പൊട്ടും. അപ്പം നമ്മൾ എന്ത് വേണം, മണ്ണ് വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് മുകളിൽ നിന്ന് 4 വേരുകൾ പൊട്ടാൻ തുടങ്ങും. ആ 4 വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങുന്നതനുസരിച്ചിട്ട് നമ്മൾ ആ ഡ്രമ്മ് ഫില്ലായിക്കൊണ്ടിരിക്കുക. പിന്നീട് ഉള്ളൊരു കാര്യം, 25 വർഷം മുതൽ, എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞത് 25 വർഷം മുതൽ 30 വർഷം വരെ ഇതിന് ആയുസ്സുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പം നമ്മൾ ഡ്രമ്മിലും ചട്ടിയിലും വെക്കുന്നതിന് വളം ഇട്ട് കൊടുക്കാനുള്ള ആ സ്പേസും കൂടെ നമ്മൾ നിലനിർത്തണം. അതുകൊണ്ടാണ് കാൽ ഭാഗം മാത്രം നിറക്കണം എന്ന് പറഞ്ഞത്. ഒരു വർഷത്തിൽ നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ ഓരോ പഴങ്ങൾ വിളവെടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട്. അതിൽ ഞാൻ വളപ്രയോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മളതിന് സ്പേസ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ നിലത്താ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കുക, നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ വളം ഇട്ടിട്ട് നമുക്ക് ആ മണ്ണിനെ ഒന്ന് ക്ലിയർ ആയി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ വേര് വന്ന തൈകൾ നമുക്ക് നിലത്ത് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയിപ്പം നമുക്ക് കട്ടിങ്സും കൂടെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. കട്ടിങ്സ് ചെയ്യേണ്ടത്, പല ആളുകളും കട്ടിങ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് വേര് പിടിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ചെയ്യാനുള്ളത്, നമ്മൾ കട്ടിങ്സ് ഒരു കാരണവശാലും ഡയറക്റ്റ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന ഭാഗത്ത് ഒരു കാരണവശാലും നിലത്തായാലും ഡ്രമ്മിലായാലും നേരിട്ട് നമ്മൾ നടാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വേര് പിടിപ്പിക്കണം. അപ്പം വേര് എങ്ങനെ പിടിപ്പിക്കണം, നമ്മൾ ഡയറക്റ്റ് സൂര്യപ്രകാശം ഇല്ലാത്തതും എന്നാൽ സൂര്യനെ ഒളിഞ്ഞു കാണുന്നതായിട്ടുള്ള രീതിയിലും ഡയറക്റ്റ് മഴ ഇല്ലാത്ത സ്ഥലത്തും, അതായത് ചെറിയൊരു ഈർപ്പം നിലനിൽക്കുന്ന സ്ഥലത്ത്, നമ്മുടെ ഈ സൺഷെയ്ഡിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇപ്പോൾ ഇതുപോലെയുള്ള ചെത്തിയ മുറിപ്പാടുള്ള തൈയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സാഫ് ഫംഗിസൈഡ്. ആദ്യം നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, സാഫ് ഫംഗിസൈഡ് ഒരു പാക്കറ്റ് വീട്ടിൽ വാങ്ങിച്ച് വെക്കുക. അത് വളക്കടയിലൊക്കെ കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സെർച്ച് ചെയ്താൽ കിട്ടും. ഒരു 100 ഗ്രാമിന് 120 രൂപ അതിന് വിലയുള്ളൂ. അത് നിർബന്ധമായിട്ട് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം തോതിലിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഇത് ഡ്രൈ ആയതിനു ശേഷം, ഇതിപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെത്തിയതാണ്, ഇതിപ്പോൾ ഇപ്പം ചെത്തിയതാണ്, അതുകൊണ്ടാണ് ഈ പച്ചപ്പ് കാണുന്നത്. ഇത് ഡ്രൈ ആയി കിട്ടും, ഉണങ്ങി കിട്ടും. ഈ ഭാഗം ഉണങ്ങുന്നത് വരെ 2-3 ദിവസം ചെത്തിയതിന് ശേഷം, ഞാനിപ്പോൾ കൊറിയർ അയക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുമ്പോൾ അതിനൊരു പാകമായ ടൈമിലായിരിക്കും കിട്ടുക. അപ്പോൾ എന്ത് വേണം, അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഒരു 10 സെക്കൻഡ് ഇങ്ങനെ മുക്കി വെക്കുക. അതിനുശേഷം തിരിച്ചിട്ട് ഈ ഒരു മുറിപ്പാടും ഇതുപോലെ ഒരു 10 സെക്കൻഡ് മുക്കി വെക്കുക. അപ്പോൾ ഈ ചെത്തിയ ഭാഗമാണ് വേരുണ്ടാകുക, ഈ ചെത്തിയ ഭാഗത്ത്. അതിനുശേഷം എന്ത് വേണം, നമ്മൾ ആ സാഫിൽ മുക്കി എടുത്തതിന് ശേഷം നമ്മുടെ മണ്ണിൻ്റെ ഭാഗത്ത്, ഈർപ്പമുള്ള ഭാഗത്ത് ചെറിയ രീതിയിൽ, അതായത് ഒരുപാട് താഴ്ചയിൽ വെക്കാതെ ആ മണ്ണിലേക്ക് ചെറുങ്ങനെ താഴ്ത്തിയിട്ട്, ചെറിയൊരു ഇതെടുത്തിട്ട് ഈ മുറിപ്പാട് മാത്രം താഴ്ത്തിയിട്ട്, ഈർപ്പമുള്ള മണ്ണായിരിക്കണം, ഇളക്കമുള്ള മണ്ണായിരിക്കണം. ഇനി ടൈറ്റായ മണ്ണാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടികയാറ്റം വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് നനവുള്ള പൂഴിയും മണ്ണൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതിലേക്ക് ഇങ്ങനെ പൂഴ്ത്തി വെക്കുക. ചെറിയ രീതിയിൽ പൂഴ്ത്തി അവിടെ വെക്കുക. 45 ദിവസം വരെ നിങ്ങളത് എടുക്കരുത്. 45 ദിവസത്തിന് ശേഷമാണ് ഇത് നന്നായിട്ട് വേര് പിടിക്കും. ഒരു 10-25 ദിവസം കൊണ്ട് തന്നെ വേര് പിടിച്ചതിന് ശേഷം ഇവിടുന്ന് പുതിയ മുകുളങ്ങൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ മുകുളങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ എവിടെയാണോ ഇത് നടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഭാഗത്തേക്ക് നിങ്ങളിത് നട്ടുകൊടുക്കുക. ഇനി ഈ പുതിയ തൈകൾ, വേര് പിടിപ്പിച്ച തൈകളും കട്ടിങ്സ് ഒക്കെ നിങ്ങൾ വേര് പിടിപ്പിച്ചതിന് ശേഷം, ഇനി നട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇതിന് മഴക്കാലത്ത് കൂടുതലായിട്ടും ചീക്കൽ രോഗം വരുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെന്ത് വേണം, സാഫ് ഫംഗിസൈഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാഫ് ഫംഗിസൈഡ് നിർബന്ധമായിട്ടും വീട്ടിലൊന്ന് വാങ്ങിച്ച് വെക്കണം.
5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മളത് ചെയ്യുക, ലീഫുകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പുതിയ നാമ്പുകൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും, പുതിയ മുകുളങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും അത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാ പുതിയ മുകുളങ്ങളാണ് ഈ വരിക. ഇത് നമ്മൾ താഴെ നട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ വലിയ തൈകളാണ്, മുകളിൽ നിന്ന് വരുന്നതാണ്. ഇതുപോലെ വരുന്നതിനാണ് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഇത് കണ്ടോ നിങ്ങൾ, ഞാൻ ഇവിടെയൊക്കെ സാഫ് ഫംഗിസൈഡ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാഫ് ഫംഗിസൈഡ് ഇവിടെയൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് മാസത്തിൽ 1-2 പ്രാവശ്യം സ്പ്രേ ചെയ്യാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. മഴക്കാലത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, മഴ നനയുന്ന സ്ഥലത്താണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പശ ഗമ്മ് കിട്ടും. ഇതൊക്കെ വളക്കടയിൽ കിട്ടുന്നതാണ്. അതിനൊക്കെ 80 രൂപയുള്ളൂ 100 ഗ്രാമിൻ്റെ. ഇത് നിങ്ങൾ ചെറിയ 1-2 ചട്ടിയിലൊക്കെ വെച്ചതാണെങ്കിൽ 1-2 വർഷത്തേക്ക് അത് മതി. അത് നമ്മൾ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം സാഫ് ഡയലൂട്ട് ചെയ്യുമ്പോൾ 2 ml ഗമ്മും കൂടി അതിൽ, വളക്കടയിൽ നിന്ന് മേടിക്കുന്ന ഗമ്മായിരിക്കണം. നമ്മൾ കടയിൽ നിന്നും സ്റ്റേഷനറി കടയിൽ നിന്നും പോയിട്ട് മേടിക്കുന്ന ഗമ്മാക്കർക്ക് അത് ഫെർട്ടിലൈസറിൻ്റെ ഗമ്മ് തന്നെ വേറെ തന്നെയുണ്ട്. അത് മേടിച്ച് അതിലും ഒന്ന് നമ്മൾ ചേർത്തതിന് ശേഷം, കാരണം ഈ ഗമ്മ് ചേർക്കുന്നത് മഴക്കത്തിൽ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ പറ്റിപ്പിടിക്കും. ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പം ഞാൻ മരുന്നടിച്ചിട്ട് നല്ല മഴയാണ്, കണ്ടാ ഇത് പോവില്ല, ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് ഇതൊക്കെ ഗമ്മ് ചേർത്തിട്ട് സാഫ് അടിച്ചു കൊടുക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചീക്കൽ രോഗങ്ങൾ, ഫംഗൽ രോഗങ്ങൾ ഒന്നും ഇതിന് വരില്ല. ഇത്രയേ നമ്മൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈ പുതിയ പ്ലാന്റ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.